പാലക്കാട് മാധ്യമപ്രവർത്തകനെ കാട്ടാന ആക്രമണത്തിൽ ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാൻ AV മുകേഷ്. ആക്രമണം കൊട്ടേക്കാട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തിരിച്ചെത്തി K. സുധാകരൻ. ഇന്ദിരാഭവനിലെത്തി സ്ഥാനം ഏറ്റെടുത്തു. സുധാകരൻ എത്തിയത് AK ആന്റണിയെ സന്ദർശിച്ച ശേഷം. തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ കർശന നടപടിയെന്ന് K. മുരളീധരൻ. ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ FIR രജിസ്റ്റർ ചെയ്ത വിജിലൻസ്. കേസിൽ കുഴൽനാടൻ 16-ാം പ്രതി. ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഭൂമി വാങ്ങിയെന്ന് FIR-ൽ. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. ടിക്കറ്റ് നിരക്ക് മടക്കി നൽകാമെന്നും ബദൽ യാത്രാ സൗകര്യമൊരുക്കാമെന്നും എയർ ഇന്ത്യ. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം ഇന്ന്. പ്രഖ്യാപനം വൈകിട്ട് 3 മണിക്ക്. ഫലം കാത്തിരിക്കുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി ഫലങ്ങൾ നാളെ പ്രസിദ്ധീകരിക്കും. IPL-ൽ ഇന്ന് ഹൈദരാബാദ് ലക്നൌ പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. വിജയവഴിയിൽ തിരിച്ചെത്താൻ ടീമുകൾ.